സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചായക്ക് കടിയായി കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാം. അത് എങ്ങനെ എന്ന് നോക്കാം. ഇത് ക്രിസ്പിയായ ഫ്രൈ ആണ്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അതൊന്ന് ചൂടാക്കി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കിയ കോളിഫ്ലവർ അതിലേക്കിട്ട് ഒരു 2-3 മിനിറ്റ് നേരം വയ്ക്കുക. അതിനുശേഷം ഇത് വെള്ളത്തിൽ നിന്നെടുത്ത് കോരി മാറ്റാം. ഇനി ഇത് ഫ്രൈ ചെയ്യേണ്ട കൂട്ടുണ്ടാക്കാം. ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും എടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ പൊടി ഒന്ന് നല്ലതുപോലെ തിരുമ്പിയെടുക്കുക. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിൽ 1/2 കപ്പ് വെള്ളം വെച്ച് നമുക്ക് കോളിഫ്ലവർ ഇടേണ്ട മസാല ഉണ്ടാക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. അര ടീസ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ഇത് നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു കഷ്ണം ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളിയും കൂടി അരച്ച കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഓറിഗാനോ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. കഴുകി വൃത്തിയാക്കിയ കോളിഫ്ലവർ ഇട്ട് ഒന്ന് ഇളക്കി കോരി മാറ്റാം. കോളിഫ്ലവർ കോരി മാറ്റിയ ശേഷം കുഴച്ച് വെച്ച പൊടിയിലേക്ക് ബാക്കി വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഈ കൂട്ടിലേക്ക് കോളിഫ്ലവർ ഇട്ട് നല്ലതുപോലെ ഇളക്കി ഓരോന്നായി കോരി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
കോളിഫ്ലവർ കയ്യിലുണ്ടെങ്കിൽ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കടിയാണ്. ഇനി ഈ എണ്ണയിലേക്ക് ബാക്കിയുള്ള കോളിഫ്ലവർ കൂടി ഇട്ട് കൊടുക്കാം. ഇത് റെഡിയായി. ഒന്ന് നിങ്ങളും മറക്കാതെ ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.